Welcome back to Women's Era. അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്, വിച്ച് ഇസ് കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റ്. ഇന്ന് കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ റെനി തോമസ് ആണ്, ഒപ്താൽമോളജിസ്റ്റ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയബറ്റിസ് ആൻഡ് ഐസ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ്. അപ്പോൾ വ്യൂവേഴ്സിൻ്റെ സംശയങ്ങളെല്ലാം വിളിച്ചു ചോദിക്കുക. നമ്മുടെ ഫോൺ ലൈൻസ് എല്ലാം ഓപ്പൺ ആണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു പാർട്ട് ഓഫ് വേൾഡ് അല്ലെങ്കിൽ എല്ലായിടത്തും ഇപ്പോൾ ഡയബറ്റിസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണല്ലേ. നമ്മളൊരു സൈലന്റ് കില്ലറാണ് ഡയബറ്റിസ് എന്നൊക്കെ പറയും. തനിയെ നമ്മുടെ ഓരോരോ അവയവങ്ങളെ ആയിട്ട് ഡയബറ്റിസ് ബാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു കണ്ണിനെ ജനറലി ഡയബറ്റിസ് ആദ്യം ബാധിച്ചു തുടങ്ങുന്നത്? ഡയബറ്റീസ് ആക്ച്വലി റൈറ്റ് ഫ്രം ദ ഔട്ടർ പാർട്ട് ഓഫ് ദി ഐ till the inner layers diabetes can affect the eye. Okay. ലിഡ് മുതൽ റെറ്റിന വരെ. ഓക്കെ. ഇപ്പം ധന്യ പറഞ്ഞ സൈലന്റ് കില്ലറിന് അത് മോസ്റ്റ്ലി റെറ്റിനായി ബാധിക്കുമ്പോഴാണ്. ഇറ്റ് ഇസ് എ സൈലന്റ് കോസ് ഓഫ് ബ്ലൈൻഡ്നെസ്. ഓക്കെ. അത് ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക്. വിൽ കം ടു ദാറ്റ് അറ്റ് ദി എൻഡ്. ഓക്കെ. ഇനീഷ്യലി ഐ ജസ്റ്റ് വോണ്ട് ടു കൺവേ എങ്ങനെയാണ് ഡയബറ്റീസ് നമ്മുടെ കണ്ണിനെ എഫക്ട് ചെയ്യുന്നത്, വിച്ച് വി ആർ നോട്ട് അവെയർ ഓർ വി മേ നോട്ട് ബി അവെയർ. ഓക്കെ. ലൈക്ക് സഡൻലി ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരിക കൺകുരുവായിട്ട്. ഓക്കെ. അപ്പോൾ കൺകുരു ഒരു സാധാരണ അസുഖമാണ്. ചൂടത്ത് വരാം, ചിലർ പറയും ചിലത് കഴിച്ചിട്ട് വരുന്നു, അങ്ങനെയൊക്കെ. നമ്മളിങ്ങനെ ചോദിക്കുമ്പം ഡയബറ്റീസ് ഉണ്ടോ, ഇല്ല, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ഉണ്ട്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഷുഗർ ഇസ് വെരി ഹൈ. ഇറ്റ് മേ ബി 300+, 400+. ഓക്കെ. അങ്ങനെ ഇറ്റ് ക്യാൻ പ്രസൻറ്റ്. ഓക്കെ. പ്രീവിയസ്ലി ഒക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു 40+ ഒക്കെ കഴിയുമ്പോൾ ഇഫ് യു ഗെറ്റ് എ റിക്കറൻറ്റ് സ്റ്റൈൽ ഡയബറ്റീസ് ഷുഡ് ബി റൂൾഡ് ഔട്ട് എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഐ ഹാവ് സീൻ ഈവൻ 30+ വെരി യങ് പീപ്പിൾ ഹു കം ടു ദ ക്ലിനിക് വിത്ത് എൻ ഐ ഇൻഫെക്ഷൻ ഓർ എ ലിഡ് ഇൻഫെക്ഷൻ. ആൻഡ് നമ്മൾ ജസ്റ്റ് റൊട്ടീനായിട്ട് നോക്കുമ്പോൾ ഷുഗർ ഇസ് വെരി ഹൈ, പേഷ്യൻ്റ് അറിയുന്നില്ല. അതെ. അങ്ങനെ പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ആൻഡ് ദെൻ വി റെഫർ ടു ദ ഫിസിഷ്യൻ ആൻഡ് ദെൻ ദ ഡയബറ്റിക് മാനേജ്മെന്റ് ഹാസ് ടു ബി ഫോളോഡ്. ദാറ്റ് ഇസ് വൺ തിങ് വാട്ട് ഐ ഹാവ് നോട്ടിസ്ഡ്. സെക്കൻഡ് വാട്ട് ഐ ഹാവ് നോട്ടിസ്ഡ് ഇസ് ബ്ലേർഡ് വിഷനായിട്ട് പേഷ്യൻസ് വരും നമ്മുടെ അടുത്ത്. സാധാരണ പോലെ കണ്ണട ചെക്ക് ചെയ്യാൻ, ഡോക്ടർ കണ്ണ് കാണുന്നില്ല അങ്ങനെ. അല്ലെങ്കിൽ നേരത്തെ മുതലേ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കാം. അവർക്ക് ഇപ്പോൾ തോന്നുന്നു ഒരു 1 month ആയിട്ട് അല്ലെങ്കിൽ 2-3 months ആയിട്ട് ആ സ്പെക്സ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ സ്പെക്സ് ഊരിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റും. ഓർ സ്പെക്സ് യൂസ് ചെയ്യാത്ത ആൾക്കാർ പറയും ഇപ്പം ദൂരെ അടുത്തൊക്കെ നോക്കുമ്പോൾ നേരത്തെ ക്ലിയർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ക്ലിയർ അല്ല. ദേ മേ നോട്ട് ബി ഓൾഡ്, യങ്സ്റ്റേഴ്സ് ആയിരിക്കും, 30-35 അങ്ങനെ വന്നിട്ട്. അപ്പം നമ്മൾ ചോദിക്കും എന്തെങ്കിലും സിസ്റ്റമിക് പ്രോബ്ലം ഉണ്ടോ, ബ്ലഡ് പ്രഷർ ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, നത്തിങ്. നമ്മൾ റൊട്ടീനായിട്ട് ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഇസ് വെരി ഹൈ. അതിൽ കുറേ പേഷ്യൻസ് ചിലപ്പോൾ ഒരു ഓപ്റ്റീഷ്യൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്ത് കണ്ണടയുമായിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഷുഗർ ഇസ് സോ ഹൈ. അപ്പം if they have already made a glasses, that glass will work presently. കാരണം ഈ ഒരു ബ്ലേർഡ് വിഷൻ ഉണ്ടായിരിക്കുന്നത് ഷുഗർ കൂടിയിട്ട് നമ്മുടെ ലെൻസിൽ അതിൻ്റെ ആ റെസിലിയൻസ് കുറയും, ലെൻസ് വിൽ സ്വെല്ലപ്പ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഫോക്കസിംഗിൽ ലൈക്ക് നമ്മൾ ദൂരെ നോക്കുന്നതിന് ദ ലെൻസ് ബിക്കംസ് ഫ്ലാറ്റ്, അടുത്തേക്ക് നോക്കുമ്പോൾ ദ ലെൻസ് ഹാസ് ടു ബൾജ്. അപ്പം ഈ ഷുഗർ കൂടിയിട്ട് വെൻ ദ ഷുഗർ പെനിട്രേറ്റ്സ് ദ ലെൻസ്, this resilience gets affected, it becomes rigid. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ലെൻസ് ചെയ്യില്ല. അത് വെച്ചിട്ട് പേഷ്യന്റിന് ബ്ലേർഡ് വിഷൻ ആയിട്ട് വരും. പക്ഷെ ദേ ആർ നോട്ട് അവെയർ ദേ ആർ ഡയബറ്റിക്. പക്ഷെ ലിറ്ററേച്ചർ ഷോസ് ഇറ്റ്സ് നോട്ട് സോ കോമൺ, ബട്ട് മൈ പ്രാക്ടീസ് ഐ ഹാവ് സീൻ ഒരു 25-30% പേഷ്യൻസ് നമ്മൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യും ഡയബറ്റീസ് ആണെന്നും പറഞ്ഞു. പിന്നെ ഫർദർ നമ്മൾ അവരെ റെഫർ ചെയ്തിട്ട് ദേ ഹാവ് ടു മാനേജ്. ആൻഡ് ഐ ടെൽ ദം ഇപ്പം നിങ്ങൾ സ്പെക്സ് ഉണ്ടാക്കി, ഇഫ് യു അറ്റ് ഓൾ ദേ ഹാവ് മെയ്ഡ്, ഇതിന്റെ പവർ മാറും വൺസ് ഷുഗർ കംസ് ഡൗൺ. ആൻഡ് ഇഫ് ദേ ഹാവ് നോട്ട് മെയ്ഡ്, ഞാൻ അവരോട് പറയും ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ നിങ്ങളുടെ ഒരു റൊട്ടീൻ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ സ്പെക്സ് ഇല്ലാതെ തന്നെയെങ്കിൽ, just continue like that. Get your sugar corrected, let it come back to normal. എന്നിട്ടും ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം സ്പെക്സ് വെച്ചാൽ മതി. അല്ലെങ്കിൽ unnecessary they are investing in specs which they don't need actually. The sugar has caused this change. അപ്പോൾ ഈ ഒരു ഡയബറ്റിസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണിന്റെ വിഷൻ ഇംപ്രൂവ് ആവും if it is because of the lens issues. അതിൽ അക്കോമഡേഷൻ സ്പാസവും വരും. നമ്മുടെ ഈ ലെൻസിന്റെ റെസിലിയൻസ് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ കണ്ണിന്റെ മസിൽസും എഫക്ട് ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടെ എഫക്ട് ആവുമ്പോഴാണ് ഈ ഒരു ബ്ലേർഡ് വിഷൻ. അപ്പൊ വെൻ ദ ഷുഗർ കംസ് ഡൗൺ ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. ഷുഗർ കുറഞ്ഞു,
പിന്നെയും ഓക്കെ നോർമലായി പേഷ്യൻ്റ് കണ്ടു, then becomes a little lazy in the diet and medication. അപ്പോൾ പിന്നെ ഷുഗർ കൂടും. അപ്പം the vision will come back to normal, again it can go like it can get blurred. അപ്പം ഞാൻ പറയും ഒന്ന് സ്റ്റേബിൾ ആവണം, സ്റ്റേബിൾ ആയിട്ട് get your eyes tested for vision, and then if you need you wear glasses. പിന്നെ കുറേ പേഷ്യൻസിൽ അവർക്ക് അവരുടെ റൊട്ടീൻ ആക്ടിവിറ്റി തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, എസ്പെഷ്യലി ഹു ആർ ഓൺ ദ കമ്പ്യൂട്ടേഴ്സ്, സ്ക്രീൻ യൂസ് ഒക്കെ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയും യു ഗോ ഫോർ ഗ്ലാസസ്, പക്ഷേ ബി പ്രിപ്പയർഡ്, ദിസ് വിൽ ചേഞ്ച്. അപ്പം ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഐ ഹാവ് നോട്ടിസ്ഡ് നമ്മുടെ നോർമൽ ആൾക്കാരൊക്കെ ദേ ആർ നോട്ട് അവെയർ ഓഫ് ദിസ്. അവർക്ക് തോന്നുന്നു ജസ്റ്റ് കണ്ണടയുടെ ഒരു പവറിന്റെ ഒരു പ്രോബ്ലം, പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഡയബറ്റീസ് ഇസ് കോസിംഗ് ദിസ് ആൻഡ് ദേ ആർ നോട്ട് അവെയർ ദേ ആർ ഡയബറ്റിക്. അപ്പോൾ വൺ ഓഫ് ദി ഏർലി സൈൻസ് ഓഫ് ഡയബറ്റീസ് ആണ് ഈ ഒരു വിഷൻ പ്രോബ്ലം. വിഷൻ പ്രോബ്ലം, യാ, one of the early signs if the vision is getting affected because of a change in refraction. ഇതല്ലാതെ ഇപ്പം നോൺ ഡയബറ്റിക് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഒരു കണ്ണിലൊരു മങ്ങലുണ്ട്, ഓർ എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല, എല്ലാം ഡിസ്റ്റോർട്ടഡ് ആയി. ഇപ്പം ഒരു പിക്ചർ നമ്മൾ കാണുവാണെങ്കിൽ ആ പിക്ചർ ഇച്ചിരി വേവി ആയിട്ടാണ്, ഓർ ദേ നോട്ടീസ് സംതിങ് ഇസ് മൂവിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഐ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ, ആൻഡ് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഡയബറ്റിക് ആണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ മാറ്റർ ഓഫ് കൺസേൺ. ദാറ്റ് മീൻസ് ആ ആളിന്റെ റെറ്റിന ബാധിച്ചിട്ടുണ്ട്. സോ ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ദാറ്റ് ഈസ് നോട്ട് എൻ ഏർലി തിങ്, ദാറ്റ് ഈസ് എ ലിറ്റിൽ ലേറ്റ് തിങ്. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. And that is a little serious thing which should not be ignored. It has to be taken care immediately to prevent worsening. Diabetic retinopathy ആയിട്ടുണ്ട് ആ ഇൻഡിവിജ്വലിന്. പിന്നെ യങ്സ്റ്റേഴ്സ് നമുക്ക് അറിയാം, ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ്, 2 types are there. ടൈപ്പ് 1 മോസ്റ്റ്ലി യങ്സ്റ്റേഴ്സിലാണ്, ടൈപ്പ് 2 is in the later stage. ടൈപ്പ് 1 autoimmune ആണ് because the insulin is not produced. ടൈപ്പ് 2 is because of the receptor change എന്ന് പറയും. ഇൻസുലിൻ പ്രൊഡ്യൂസ് ആണ് പക്ഷെ അത് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതൊക്കെ ബാധിക്കും. അപ്പം ഈ ടൈപ്പ് 1 പേഷ്യൻസിന് അറിയാം ബിക്കോസ് ദേ നോ ദേ ആർ ഡയബറ്റിക്. പക്ഷെ ടൈപ്പ് 2 അവർക്ക് അറിയായിരിക്കാം ബോർഡർ ലൈൻ ആണ്, പക്ഷേ ദേ മേ നോട്ട് ബി ടേക്കിംഗ് ദ കെയർ ദാറ്റ് വെൽ. ചിലപ്പോൾ ആഹാരം ക്രമീകരിക്കും, ചിലപ്പോൾ ക്രമീകരിക്കില്ല, ചിലപ്പോൾ ഡോക്ടർ പറയുന്ന മരുന്ന് 1 മാസം എടുക്കും, നോർമൽ ആവും, ദെൻ ദേ വിൽ ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ ഇങ്ങനെ ഒരു കുറെ നാളായിട്ട്, ഇറ്റ് മേ നോട്ട് ബി ജസ്റ്റ് സഡൻ, ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ കൂടെ എന്തെങ്കിലും പോകുന്നതായിട്ട് തോന്നിക്കുക, ഓർ വിഷൻ ഈസ് ബ്ലർഡ്, ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് നോട്ട് എ റീസെന്റ് വൺ, ദാറ്റ് മേ ബി എ ലിറ്റിൽ ഓൾഡ് വൺ. സോ അത് റെറ്റിനോപ്പത്തി, ആൻഡ് ദാറ്റ് ഇസ് എ വെരി serious case if not taken care. And I would say this is a preventable cause of blindness. If it is not taken care, it can lead to blindness. നമ്മുടെ ഒരു ignorance വെച്ചിട്ട് we have caused this. ഞാൻ പേഷ്യൻസിനെ കാണുമ്പോൾ ഐ ഫീൽ സോറി. കുറച്ച് പേഷ്യൻസ് വരും, ഡയബറ്റീസ് ആണ് കുറേ വർഷങ്ങളായിട്ട്, പക്ഷേ മോസ്റ്റ് ഓഫ് ദം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ഐദർ ബൈ ഡയറ്റ് ഓർ ദേ ആർ നോട്ട് റെഗുലർ ഇൻ ദെയർ മെഡിക്കേഷൻ. അത് വെച്ചിട്ടാണ് ഈ റെറ്റിനോപ്പത്തിയുടെ ചാൻസസ് കൂടുന്നത് ടൈപ്പ് 2. ടൈപ്പ് 1 വാട്ട് ഈസ് ദ ആസ് ഐ ടോൾഡ്, അതൊരു ലോങ് നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൽ നമ്മൾ കൺട്രോൾ ചെയ്താൽ റെറ്റിനോപ്പത്തിയുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. പക്ഷെ എന്നാൽ പോലും ഒരു 10 to 15 years കഴിയുമ്പം ടു സം എക്സ്റ്റെൻറ്റ് റെറ്റിനോപ്പത്തി വരും. കാരണം അതിന്റെ pathology ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ആൻഡ് ലിറ്ററേച്ചർ സേസ് ഒരു 30 years ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസ് ആഫ്റ്റർ 30 years ഓഫ് ഡയഗ്നോസിസ് 100% they will have retinopathy. Unlike type 2. അതേപോലെ ഇപ്പോൾ ഡോക്ടർ നമുക്കിപ്പോൾ ഡയബറ്റിക് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഡയബറ്റിക് കൺട്രോളിലാണ്, നമ്മൾ ഓൾറെഡി ഒരു സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. വിഷൻ മേ ബി അതിൻ്റെ പവറും അധികമൊന്നും ഉണ്ടാവില്ല, 0.25 ഒക്കെ പവറേ ഉള്ളൂ. പക്ഷെ അവർക്ക് ആ സ്പെക്സ് വെച്ചിട്ടില്ലെങ്കിൽ കണ്ണിന് ഭയങ്കര മൂടൽ, അല്ലെങ്കിൽ കണ്ണിനൊരു കടച്ചിൽ, അങ്ങനെയൊക്കെ തോന്നുന്ന പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? സ്പെക്സ് വെച്ചില്ലെങ്കിൽ മേ ബി അത്ര പവർ ഇല്ലാത്തതായിരിക്കും സ്പെക്സ്. അപ്പോൾ അതിൽ വൺ ഇസ് മേ ബി പവർ ഇച്ചിരി മാറിയിട്ടുണ്ടാവും, വിച്ച് ഈസ് എ നോർമൽ കോഴ്സ്. നോർമലായിട്ട് നമുക്ക് പവർ മാറാം ആസ് ദ ഏജ് പ്രോഗ്രസസ്. ഓർ യങ്സ്റ്റേഴ്സ് ആയാലും ഇറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഓർ മയോപ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആസ് ദ ഏജ് പ്രോഗ്രസസ് ഒരു 40+ ആകുമ്പോൾ അവിടെ മയോപ്പിയ കുറച്ച് കുറയും. ഹൈപ്പർമെട്രോപ്സ് ഇറ്റ് വിൽ ഇൻക്രീസ്. ദാറ്റ് മേ ബി എ നോർമൽ ചേഞ്ച്. അല്ലെങ്കിൽ ഇപ്പൊ ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ നോക്കണം ഷുഗർ ഇസ് ഇറ്റ് ഓക്കെ ഓർ നോട്ട്. ഷുഗർ റേസ് ആയിട്ടുണ്ടെങ്കിൽ
this can happen. Or previously അവർ ഈ സ്പെക്സ് ഉണ്ടാക്കിയ സമയത്ത് അവരുടെ ഷുഗർ ഹൈ ആയിരുന്നായിരിക്കാം. പിന്നെ ഡ്യൂ ടു സം റീസൺസ് അവർക്ക് വേറെ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിട്ട് they are rigorous in regulating the diet and taking proper medication. അത് ഷുഗർ കുറഞ്ഞു വരുമ്പോൾ അവർ അന്നുണ്ടാക്കിയ സ്പെക്സ് ആ സമയത്ത് റിഫ്രാക്റ്റീവ് സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പൊ കുറഞ്ഞു കഴിഞ്ഞപ്പം അത് മാറി, ലെൻസിന്റെ പവർ മാറിയിട്ടുണ്ട്. അപ്പം they may not be okay with the glasses what they were using. അങ്ങനെ ഉണ്ടാവാറുണ്ട്, but not so common. So the message conveyed is, ഇപ്പം ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റ് അവർ റെഗുലർ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും make sure your sugar is controlled. ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട്, നോക്കാം. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാത്? എൻ്റെ പേര് ഡിജോ എന്നാണ്. ഡിജോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഡിജോ എന്നാണ്. പറഞ്ഞോ. വൈഫിന് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ വൈഫിന് ഡയബറ്റിക് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് 6 months മുന്നെയാണ് കണ്ണ് പരിശോധിച്ചത്. അപ്പോൾ പവർ കൂടിയ ലെൻസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഡയബറ്റീസ് എത്ര വർഷമായിട്ടുണ്ട്? ഇപ്പോൾ റീസെന്റ് തുടങ്ങിയാണ്, ഒരു 4-5 months മുന്നേ. അതിന്റെ മുമ്പിൽ മീൻസ് നമ്മൾ അറിയുന്നില്ല, നമ്മൾ കണ്ടുപിടിച്ചത് 4-5 months മുന്നെയാണ്. അതെ, ഡെലിവറി കഴിഞ്ഞ കൊല്ലം ഡെലിവറി ഉണ്ടായിരുന്നു ഫസ്റ്റ് ബേബി. അപ്പോൾ ഇനി ഓഫണിലാണ് ഇനി ചെക്കപ്പ് ചെയ്യേണ്ടത് കണ്ണിന്റെ? എങ്ങനെ മനസ്സിലായില്ല? ആള് അല്ല, എത്ര ഇന്റർവെല്ലാണ് ഇനി കണ്ണ് ചെക്ക് ചെയ്യേണ്ടത്? അപ്പം ആള് ഡയബറ്റിക് ആണ്, വേറെ ബുദ്ധിമുട്ടൊന്നും നമ്മുടെ അറിവിലില്ല അല്ലെ? മീൻസ് ഹർ ബ്ലഡ് ഷുഗർ ഇസ് ഹൈ ആൻഡ് ഷീ ഈസ് ഓൺ മെഡിക്കേഷൻ, റൈറ്റ്? ആൻഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഹൗ വാസ് ഹർ ബ്ലഡ് ഷുഗർ? Blood sugar was normal. It was normal. So the diabetes started only after delivery. Yes. Okay, fine. അങ്ങനെയെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് once a year ചെക്കപ്പ് മതിയാവും. പക്ഷെ once a year അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കണം. നോട്ട് ജസ്റ്റ് ദ വിഷൻ. നമ്മളിപ്പം കുറേ പേഷ്യൻസ് ഞാൻ കാണാറുണ്ട്, നമ്മുടെ ഓപ്റ്റിക്കൽ ഷോപ്പിൽ പോയി ജസ്റ്റ് വിഷൻ മാത്രം ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ടൈപ്പ് 2 അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജ് ഓഫ് ഡയബറ്റീസിൽ വിഷൻ ഒരു പ്രോബ്ലം പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് മേ ബി, ഇഫ് അറ്റ് ഓൾ, ഇഫ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ എഫെക്ഷൻ ഓഫ് റെറ്റീന, ദാറ്റ് ഈസ് എ പ്രിറ്റി ലേറ്റ് സ്റ്റേജ്. അതുവരെ പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ഇയർലി ചെക്കപ്പ് എപ്പോഴും ചെയ്തിരിക്കണം. അതിൽ വിഷന് വേണം, നമ്മൾ ഡയലേറ്റ് ചെയ്ത് റെറ്റിന നോക്കണം, ആൻഡ് കണ്ണിൻ്റെ പ്രഷർ, ഇത് 3 ചെയ്തിരിക്കണം. കാരണം ഗ്ലോക്കോമയും ഒരു റിസ്ക് ഫാക്ടറാണ് ഡയബറ്റിക് പേഷ്യൻസിൽ, ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിലൊക്കെ റിസ്ക് ഫാക്ടറാണ്. അപ്പം ഒരു ഇയർലി ചെക്കപ്പ് മതി. ആൻഡ് ഇയർലി ചെക്കപ്പിൽ നമ്മൾ ഡയലേറ്റ് ചെയ്ത് നോക്കുമ്പം റെറ്റിന ഓക്കെ ആണ്, കണ്ണിൻ്റെ പ്രഷർ ഓക്കെയാണ്, വിഷനും 6/6 ആണ് വിത്ത് ഗ്ലാസസ് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. ഇഫ് ഷീസ് യൂസിങ് ഗ്ലാസസ് 6/6 നോർമൽ വിഷൻ അങ്ങനെയാണെങ്കിൽ, അല്ല ഗ്ലാസസ് യൂസ് ചെയ്യുന്നില്ല, വിഷൻ നോർമൽ ആണെങ്കിൽ ഒരു ഇയർലി ചെക്കപ്പ് മതി. പക്ഷേ ഒരു ഇയർലി ചെക്കപ്പ് മസ്റ്റ് ആയിരിക്കണം. അതിലൊരു ഉപേക്ഷ വിചാരിക്കൽ. ബിക്കോസ് ഐ ബിലീവ് ഷീ ഈസ് പ്രിറ്റി യങ്, റൈറ്റ്? അപ്പം നമ്മൾ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു അനദർ 40 years, 50 years, 60 years എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡയബറ്റിക് കൺട്രോൾ അനുസരിച്ചിരിക്കും ഹൗ ദി ഓർഗൻസ് ഇൻക്ലൂഡിങ് ദി ഐ ഇസ് എഫക്റ്റഡ്. ആൻഡ് വൺ മോർ തിങ് ടു ടെൽ യു ഇസ്, അവർ ഐ റിഫ്ലെക്ട്സ് അവർ ബോഡി. ഐ ഇസ് ദ ഓൺലി organ which can be visible live without an invasion. Like ഇപ്പം നമുക്ക് കിഡ്നിയിൽ ഒരു വാസ്കുലോപ്പത്തിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ റീനൽ സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ആണെങ്കിൽ വി ഡു ആൻജിയോ ആൻഡ് ഓൾ. അപ്പം അങ്ങനെയൊക്കെ ഒരു ഇൻവേസീവ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യണം. അപ്പം ഐ ഇസ് ദ ഓൺലി പാർട്ട്. നമ്മൾ റൊട്ടീനായിട്ട് പോയി ഡയലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ യു ക്യാൻ മേക്ക് ഔട്ട്. If the eye is fine, we presume other body organs are also normal. Like ഇപ്പോൾ പറയാറുണ്ട്, കിഡ്നി റീനൽ ഡിസീസ് ആൻഡ് റെറ്റിനൽ ഡിസീസ് ഗോ സൈഡ് ബൈ സൈഡ്. റെറ്റിനോപ്പത്തി നമ്മൾ കണ്ടുപിടിച്ചാൽ we should always make sure the kidney is functioning normally. എന്ന് വെച്ചാൽ not because of the retina the kidney got affected, because of the diabetes the kidney might have also got affected. Either way, ഇപ്പം നമ്മൾക്ക് ഒരു സീറം, നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റിലൊക്കെ സീറം ക്രിയേറ്റിനിൻ, ബ്ലഡ് യൂറിയ നൈട്രജൻ ഒക്കെ നോക്കാറുണ്ട്. ഇൻ കേസ് അതിൻ്റെ ഒരു ലെവൽസിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇപ്പോഴല്ല ലോങ് റണ്ണിൽ മുമ്പോട്ട് പോകുമ്പോൾ, ഓൾവേസ് ദെയർ മൈറ്റ് ബി സം ചേഞ്ചസ് ഇൻ ദി ഐ ഓൾസോ. അപ്പം വാട്ട് ഐ വോണ്ട് ടു സേ ഇസ്, ഒരു റെഗുലർ ഐ ചെക്ക് ഇസ് എ മസ്റ്റ്, ഈവൻ ഇഫ് ഷീ ഡസൻറ്റ് ഹാവ് എനി കംപ്ലയിൻറ്റ്സ്. once a year മതിയാവും, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ then it should be a little more frequent. അത് ഡോക്ടർ കണ്ടിട്ട് പറയും. ആൻഡ് ഇതിൽ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഐ വോണ്ട് ടു ആഡ്, സിൻസ് ഷീ ഈസ് എ ഡയബറ്റിക്, ഇറ്റ് ഷുഡ് ബി എ ഫാമിലി സപ്പോർട്ട്. ആക്ച്വലി ഒരുപാട് പേഷ്യൻസിൽ ഫാമിലി സപ്പോർട്ട്,
നമ്മളെല്ലാം നോർമൽ ആഹാരം കഴിക്കും, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ, എന്നിട്ട് അവരോട് പറയാം അത് കഴിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഷുഡ് നോട്ട് ബി ദ തിങ്. ബിക്കോസ് അവർക്കൊരു സൈക്കോളജിക്കൽ ഒരു സപ്പോർട്ടും വേണം. സോ ഷീ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഹർ ഹെൽത്ത്. സെഡൻറ്ററി ലൈഫ് ആവില്ല. ഹർ ബ്ലഡ് ഷുഗർ ഷുഡ് ബി ഓൾവേസ് അണ്ടർ കൺട്രോൾ. ഒരു നോർമൽ, വിതിൻ നോർമൽ ഏജ്. ഐ ഡോണ്ട് സേ ഇറ്റ് ഷുഡ് ബി വെരി ലോ. ഒരു അക്സെപ്റ്റബിൾ 130 വരെയൊക്കെ പോകാം ഫാസ്റ്റിംഗ്. അതിൽ കൂടുതൽ പോകല്ലേ, ബിക്കോസ് ഷീ ഈസ് പ്രിറ്റി യങ്. അങ്ങനെ ആകുമ്പം ഈ റെറ്റിനോപ്പത്തീസ്, വാസ്കുലോപ്പത്തീസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ ഡിജു. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഡോക്ടർ, ഏറ്റവും സീരിയസ് ഒരു ഡിസീസ് ആണല്ലോ ഈ ഡയബറ്റിക് ആൾക്കാർക്ക് വരുന്നത്, അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ കൂടുമ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എല്ലാ ഓർഗൻസും എഫക്റ്റ് ആവും. അതെ. അപ്പോൾ എല്ലാ ഓർഗൻസും എഫക്റ്റ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗർ കൂടുമ്പം ഈ സോർബിറ്റോൾ എന്ന് പറയും, glucose which is in the blood, it gets converted into sorbitol. Okay. And that affects the circulation. നമ്മുടെ രക്തഓട്ടം, the blood cells ന്റെ ഫോം മാറും, അതിൻ്റെ സ്പീഡ് മാറും, they get sticky. നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ വാൾസ് വിൽ ബി ഹാവിങ് സം ഇഷ്യൂസ്. നമ്മൾ പറയും പെരിസൈറ്റ് ലോസ് എന്നൊക്കെ പറയും. അപ്പം അത് പിന്നെ അവിടെ നിന്ന് വീക്ക് ആകും. അങ്ങനെയൊക്കെ ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ബേസിക്കലി വാട്ട് ഇസ് ദ സർക്കുലേഷൻ ഡൂയിങ്? ഇറ്റ് ഈസ് പ്രൊവൈഡിങ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്. അപ്പോൾ ഈ ഒരു സർക്കുലേഷൻ കോംപ്രമൈസ് ആകുമ്പം the tissue suffers in the oxygen. Though it is, the demand is more, it is not getting that much oxygen. Okay. Appam it is not getting oxygen, it has to survive. It needs more oxygen. Okay. So it will find its own way to get more oxygen. What will happen? ഈ ഒരു കോംപ്രമൈസ് ആയ സ്ഥലത്തു നിന്നൊക്കെ പുതിയ ഷൺസും വെസൽസും ചെറിയ ചെറിയതൊക്കെ ഗ്രോ ആവും. ഓക്കെ. അപ്പം അത് ഗ്രോ ആയിട്ടാണ് ഈ റെറ്റിനോപ്പത്തി എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ റെറ്റിനയിൽ നമ്മൾക്ക് ഞരമ്പുകളും ബ്ലഡ് വെസൽസും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഷുഗർ കൂടിയിട്ട്, ആൻഡ് ഇറ്റ് ഡസൻ ഹാപ്പൻ ഓവർ നൈറ്റ് ആസ് ഐ ടോൾഡ്, ലോങ് ടേം ഹൈ ഷുഗറിലാണ് ഇത് പെതിയെ ആവുന്നത്. ഓക്കെ. സോ വാട്ട് ഹാപ്പൻസ്, ഈ സർക്കുലേഷൻ കോംപ്രമൈസ് ഉണ്ടായിട്ടും ഓക്സിജൻ ഡെഫിഷ്യൻസി, ഹൈപ്പോക്സിയ എന്ന് പറയും, അതുണ്ടാകുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്ന് സ്മോൾ ഒരു പൗച്ച് പോലെ വരും. നമ്മൾ നോക്കുമ്പോൾ അതിൽ മൈക്രോന്യൂറിസം എന്ന് പറയും, ഒരു സ്പോട്ട്സ് പോലെ കാണും. ആ പൗച്ചിൽ നിന്ന് ചിലപ്പം അത് വീക്കാണ്. ഇറ്റ് ഇസ് നോട്ട് എ നോർമൽ ബ്ലഡ് വെസൽ. ദർ വിൽ ബി ബ്ലീഡിങ്, ഇറ്റ് വിൽ ലീക്ക്. അപ്പം നമുക്ക് ബ്ലഡ് സ്പോട്ട്സ് കാണാം. പിന്നെ ഈ ബ്ലഡ് വെസൽസ് നമ്മുടേത് ഇറ്റ് ഇസ് നോട്ട് നോർമൽ, ഇറ്റ് ഹസ് ബിക്കം വീക്ക്. അതിൻ്റെ ഉള്ളിലുള്ള ലിപ്പിഡ്സും അതും ഒക്കെ ഇറ്റ് വിൽ, ഓർ ദ ഇൻഫ്ലമേറ്ററി സെൽസ്, ഇറ്റ് വിൽ സ്റ്റാർട്ട് ലീക്കിംഗ്. അപ്പോൾ അത് വെച്ചിട്ട് എക്സുഡേറ്റ്സ് ഉണ്ടാകും. പിന്നെ നമ്മൾ ബ്ലഡ് റെറ്റിനൽ ബാരിയർ എന്ന് പറയും. ബ്ലഡ് റെറ്റിന മീൻസ് ബ്ലഡും റെറ്റിനയും തമ്മിൽ ഒരു ലെയർ ഉണ്ട്, ബാരിയർ. അപ്പോൾ ഇതൊക്കെ വീക്ക് ആകുമ്പം ഈ ബ്ലഡ് റെറ്റിനൽ ബാരിയർ ബ്രേക്ക് ആകും, കാരണം ഓക്സിജൻ ഡിമാൻഡ് ഇസ് മോർ. അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, കൂടുതൽ ഫ്ലൂയിഡ് വരും നമ്മുടെ റെറ്റിനയിൽ. അപ്പം അതാണ് അത് മാക്യുല മീൻസ് ദ ഷാർപ്പസ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് പാർട്ട് ഓഫ് ദി ഐ വിച്ച് ഗെറ്റ്സ് ദ ഷാർപ്പസ്റ്റ് വിഷൻ. അവിടെ ഈ ലീക്ക് ഉണ്ടാകുമ്പം അവിടെ നീരുണ്ടാവും. ദാറ്റ് ഈസ് ദ തിന്നസ്റ്റ് പാർട്ട് ഓഫ് ദ റെറ്റിന വേർ യു ഗെറ്റ് ദ ബെസ്റ്റ് വിഷൻ. അവിടെ ലീക്ക് ഉണ്ടാകുമ്പം ഇറ്റ് സ്വെൽസ് അപ്പ്. സ്വെല്ലിംഗ് ഉണ്ടാകുമ്പോൾ നമ്മുടെ വിഷൻ ഗെറ്റ്സ് ഡിസ്റ്റോർട്ടഡ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ചെറിയ ബ്രേക്കിനുള്ള സമയമാണ്. ബ്രേക്കിന് ശേഷം കണ്ടിന്യൂ ചെയ്യും. കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റിൽ ചെറിയ ബ്രേക്കിനാണ്. ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു കെയർ ആൻഡ് ക്യൂർ. എൻ്റെ കൂടെയുള്ള ഡോക്ടർ റെനി തോമസ് ആണ്. നമ്മൾ സംസാരിക്കുന്ന ഡയബറ്റീസ് ആൻഡ് ഐസ് എന്ന വിഷയത്തിനെ കുറിച്ചാണ്. ഡോക്ടർ, നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പത്തിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഡയബറ്റിക് റെറ്റിനോപ്പത്തി, അതിന് ഒരു സ്റ്റേജിങ് ഉണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. ആക്ച്വലി നമ്മൾ പറയും നോൺ പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പത്തി. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബ്ലീഡിങ് സ്പോട്ട്സ് കാണും, എക്സുഡേറ്റ്സ് കാണും. വിഷൻ പേഷ്യൻ്റ് നമ്മൾ നോക്കും. വിഷന് ഇസ് നോട്ട് ദ ക്രൈറ്റീരിയ ഫോർ ദാറ്റ്. ചിലപ്പം ചുറ്റും ഡയബറ്റിക് റെറ്റിനോപ്പത്തി എഫക്റ്റ് ആയിട്ടുണ്ടാകും, പക്ഷേ മാക്യുല നോർമൽ ആണെങ്കിൽ വിഷൻ മേ നോട്ട് ബി ദാറ്റ് മച്ച് എഫക്റ്റഡ്. നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പം നമ്മൾ അസസ് ചെയ്യും എത്രത്തോളം ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റെറ്റിനോപ്പത്തി എന്ന് വെച്ചാൽ അതൊരു നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ളൊരു ഫേസ് ആണ്. അതിൽ ഫ്യൂസ് ബ്ലീഡിങ് സ്പോട്ട്സ്, ഫ്യൂ എക്സുഡേറ്റ്സ്, ഇത്രയൊക്കെ നമ്മൾ കാണുള്ളൂ. ഈ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് വെസൽസ് ഒക്കെ ന്യൂ ആയിട്ട് നമ്മൾ ന്യൂ വാസ്കുലറൈസേഷൻ എന്ന് പറയും, അതൊന്നും അതിൽ കാണില്ല. അപ്പം അങ്ങനെ ഒരു ക്ലിനിക്കൽ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പറയും
you have to be more rigorous in your diabetic management, Okay. diet-wise, your lifestyle, and the medication. Okay. അങ്ങനെ ഒന്ന് നമ്മൾ ക്രമീകരിച്ചാൽ I have seen it not progressing, being stable like that. Okay. And ഒരു റെഗുലർ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു 6 monthly ചെക്കപ്പ് ചെയ്യാൻ പറയും. ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാത്? പേര് ശ്യാം എന്നാണ്. ശ്യാം, ഡോക്ടർ ചോദിച്ചോളൂ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. അത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ ടിവിയിലൊക്കെ തന്നെ ഈ ചെറിയ സ്ക്രോളോ അതേപോലുള്ള ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ പോണ സമയത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവുന്നില്ല നമുക്ക്. അതേപോലെ ലൈറ്റിന്റെ ഇത് വരുന്ന സമയത്തും ലൈറ്റ് കൂടുതൽ അടിക്കുമ്പോഴും ഇതുപോലെ പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ? ശ്യാമിന് വേറെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല 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 ഇല്ല, കൂടുതൽ നേരം സിസ്റ്റം കൂടുതൽ നേരം നോക്കുന്നുണ്ട്. ഹൗ ഓൾഡ് ആർ യു? ഞാൻ ഇപ്പോൾ 29. യു ആർ പ്രിറ്റി യങ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് ഡയബറ്റീസ്. അപ്പോൾ ദ കംപ്ലൈന്റ് വാട്ട് യു ആർ സീയിങ്, അത് ഐ ഫീൽ ഇറ്റ് ഈസ് മോർ ഓഫ് എ സ്ക്രീൻ യൂസ്. അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഇൻടോളറൻസും നമുക്ക് വെട്ടം അടിക്കുമ്പം ഒരു കാണാൻ ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന മോർ കോമൺ റീസൺ മേ ബി ദാറ്റ്. പിന്നെ ടി വിയിലൊക്കെ കാണുന്ന ചെറിയ അക്ഷരം കാണാൻ പറ്റാത്തത് ഇപ്പൊ തുടങ്ങിയതാണോ അതോ നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട്? ദൂരേക്കുള്ളതാണ്. വാട്ട് അബൌട്ട് ദ നിയർ വിഷൻ, ഹൗ ഇസ് ദാറ്റ്? അത് ഒത്തിരി അടുത്താണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിന്റെ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫോക്കസ് ആവുന്നില്ല. അപ്പൊ ചിലപ്പോ ഒരു ചെറിയ റിഫ്രാക്റ്റീവ് എറർ കാണും കേട്ടോ. അത് നേരത്തെയും കാണും. ഇറ്റ് മേ നോട്ട് ബി റീസൺ. പക്ഷേ നമ്മുടെ സ്ക്രീൻ യൂസ് ഒക്കെ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ ഐ ഗെറ്റ്സ് ടയർഡ്. നമ്മുടെ കണ്ണ്, എനി ഓർഗൻ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ടു കറക്റ്റ് ഇറ്റ് ബൈ ഇറ്റ് സെൽഫ്. അപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഓർ വർക്ക് സിനാരിയോയിൽ കൂടുതൽ നമ്മൾ ഈ സ്ക്രീൻ യൂസ്, നമ്മുടെ വർക്ക് പ്ലേസിലായാലും സ്ക്രീൻ യൂസ് ഉണ്ട്. പിന്നെ വീട്ടിൽ വന്നിട്ടും മൊബൈൽസ് ഇതൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ കണ്ണിന്റെ നോർമൽ ഒരു കറക്റ്റീവ് മെഷർ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഗോസ് ബിയോണ്ട് ദാറ്റ് ലിമിറ്റ്സ് ഇറ്റ് ഇസ് നോട്ട് ഏബിൾ ടു കറക്റ്റ് ഇറ്റ് ഓർ ഗിവ് യു എ നോർമൽ വിഷൻ. അത് വെച്ചിട്ടായിരിക്കാം ഈ ഒരു ബ്ലർഡ് വിഷൻ ഉണ്ടെന്ന്. അപ്പം ഒരു ചെറിയ റിഫ്രാക്റ്റീവ് എറർ കാണുമായിരിക്കും. ചിലപ്പോൾ ഒരു എസ്റ്റിഗ്മാറ്റിസം നമ്മൾ പറയും. എസ്റ്റിഗ്മാറ്റിസം എന്ന് വെച്ചാൽ ഒരു പ്ലെയിനിൽ നമുക്ക് ശരിക്കും കാണത്തില്ല. വിഷൻ മേ ബി ഓക്കെ, പക്ഷേ ഇറ്റ് വിൽ നോട്ട് ബി വെരി ക്ലിയർ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു കണ്ടീഷൻ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രസന്റേഷൻ സാധാരണ വരാറ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ ഡയബറ്റീസിന്റെ? എന്താണ്? നമ്മുടെ വീട്ടില് പേരൻസ് എന്തോ ഫാദറിനുണ്ട്. 29 ഐ ഡോണ്ട് തിങ്ക് സോ അതൊരു ഇഷ്യൂ ആണെന്ന്. ആദ്യം ഒന്ന് ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോയി ഒന്ന് വിഷൻ ടെസ്റ്റ് ചെയ്ത് റിഫ്രാക്റ്റീവ് എറർ ആണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് മേ ബി ഒരു നമ്മുടെ കണ്ണടയുടെ പ്രോബ്ലം റിഫ്രാക്റ്റീവ് എറർ ആയിരിക്കാം, വിച്ച് മാനിഫെസ്റ്റഡ് നൗ ബിക്കോസ് ഓഫ് ലോങ് സ്ക്രീൻ യൂസ്. അതാകാം. ആൻഡ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ വന്നിട്ട് റെഡ്യൂസ് ദ സ്മോൾ സ്ക്രീൻ യൂസ് ലൈക്ക് മൊബൈൽസ്, ടാബ്സ് ആൻഡ് ഓൾ. പിന്നെ എന്തെങ്കിലും ഒരു ലൂബ്രിക്കൻ ഡ്രോപ്സ് കണ്ണൊന്ന് റിലാക്സ് ചെയ്യാൻ യൂസ് ചെയ്യുക. അതൊന്ന് ഏതെങ്കിലും ഒരു ലൂബ്രിക്കൻ റിഫ്രഷ് ടീയേഴ്സ് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാറുണ്ട് ഫാർമസിയിൽ. അത് യൂസ് ചെയ്തിട്ട് നോക്കിക്കോളൂ. ഇഫ് യു ആർ ഫീലിംഗ് ബെറ്റർ മേ ബി ദാറ്റ് ഈസ് ദ റീസൺ. പക്ഷെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ചോളൂ. ഇങ്ങനെ ഒരു വിഷൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുള്ളത് ഒരു ചെറിയ പ്രോബ്ലം കാണും. ഓക്കെ ശ്യാം, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഡയബറ്റിക്. അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നോൺ പ്രോലിഫറേറ്റിൽ നമുക്കൊരു ഒബ്സർവേഷൻ മതി. ആ നോൺ പ്രോലിഫറേറ്റിൽ തന്നെ ഇപ്പോൾ ഒരുപാട് നമുക്ക് ബ്ലഡ് സ്പോട്ട്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന് ഫർദറായിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കണം. ആൻജിയോഗ്രാം, നമ്മുടെ ഇപ്പോൾ ഹാർട്ടിന്റെ ഒക്കെ ആൻജിയോഗ്രാം അല്ല റെറ്റിനൽ ആൻജിയോഗ്രാം ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ക്ലിനിക്കലി നമ്മൾ പിക്ചർ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫണ്ടസ് പിക്ചറിൽ അത്രയും ഒരു പ്രോബ്ലം കാണില്ല. പക്ഷെ ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും ലീക്ക് എത്രയുണ്ട്. ഓർ ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റേജുകൾ, ഇറ്റ്സ് നോട്ട് പ്രോഗ്രസ് എന്നുള്ളത് നമുക്ക് ഫ്ലൂറസൻ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഡോക്ടർ, സോറി, ഒരു കോളറും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാത്? ആഫ്റ്റർനൂൺ. എന്റെ പേര് ഡോളി തോമസ് എന്നാണ്. ഡോളി, ഡോക്ടർ ചോദിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഞാനൊരു BP പേഷ്യന്റ് ആണ്. അപ്പം എനിക്ക് എന്റെ റെഗുലർ BP ചെക്കപ്പിന്റെ കൂടെ ഐ പ്രഷർ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അങ്ങനെ നമുക്ക് ഐ പ്രഷർ കൂടുതലാണെന്ന് അറിയാനായിട്ട് എന്ത് സിംറ്റംസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു.
ഡോളി, ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് നമ്മൾ റെഗുലറായിട്ട് പറയും ഒരു ഐ പ്രഷർ ചെക്ക് ചെയ്യാൻ, ബിക്കോസ് ഹൈപ്പർ ടെൻഷൻ ഇസ് എ റിസ്ക് ഫാക്ടർ ഫോർ ഗ്ലോക്കോമ. പിന്നെ നമ്മൾ അറിഞ്ഞിട്ട് പ്രഷർ കൂടുന്നെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എൻ അക്യൂട്ട് സ്റ്റേജ്. സഡനായിട്ട് കണ്ണിൻ്റെ പ്രഷർ കൂടുമ്പോഴാണ് മോസ്റ്റ്ലി പേഷ്യൻസ് അറിയാറ്, വെയർ യു ഗെറ്റ് എ പെയിൻ ഇൻ ദി ഐ ഓർ യു ഗെറ്റ് എ ബ്ലർഡ് വിഷൻ, ഐസ് വിൽ ബി റെഡ്, ലൈറ്റിലോട്ടൊക്കെ നോക്കാൻ ബുദ്ധിമുട്ട്, അതൊരു അക്യൂട്ട് സ്റ്റേജ് എന്ന് പറയും. That normally doesn't happen with hypertension. That's narrow angle glaucoma. What I wanted to know was, if a person's blood pressure, regular blood pressure is high, does it affect the eye blood pressure? Yeah, it does affect. It's a risk factor. That's what I'm saying. Because the eye has got an optimal pressure, which is guided by so many factors. അതിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രഷർ, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് the blood vessel change within the eye along with your hypertension. But you may not be knowing your pressure is high or not. Unless you go and check it, you will not come to know. If you are getting a feel your eye pressure is high, it may not be a high eye pressure. അങ്ങനെയല്ല, ഇങ്ങനെ ചില സമയത്ത് റെഡ്നെസ്സും പെയിനും ഉണ്ട്. ഹലോ ഡോളി, ഡോളി സോറി, ജസ്റ്റ് പെട്ടെന്ന് ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ബിക്കോസ് നമ്മുടെ സമയം ഇവിടെ തീരാണ്. ഡോക്ടർ പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. Yeah, Dolly, you are asking me something. No, I just wanted to know, നമ്മുടെ കണ്ണിന്റെ ഈ റെഡ്നെസ്, ഒരു ഞരമ്പ് ഇങ്ങനെ റെഡ് ആയിട്ട് വരുന്ന, ബ്ലഡ് ഷോട്ട് പോലെ വരുന്ന, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണോ എന്ന് അറിഞ്ഞാൽ മതി. Yeah, you should check your eye pressure. പക്ഷേ അത് റെഡ് ഷോട്ട് ആയിട്ട് വരുന്നത് may not be because of a high eye pressure. Maybe the blood pressure giving that engorged blood vessel. That can at times give you a sudden redness. നമ്മൾ conjunctival hemorrhage എന്ന് പറയും. അങ്ങനെ ആ blood vessel dilate ആയിട്ട് it just ruptures and it will give a red eye. That can be because of the hypertension. പക്ഷേ you should definitely, even otherwise, even if you don't get a feel, you should check your eye pressure once a year. Sure. Okay, Dolly, thank you so much. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ ഏതാണ്ട് തീർന്നിരിക്കുകയാണ് ഈ സെഗ്മെന്റ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. മൈ പ്ലഷർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു ഡോക്ടർ. അങ്ങനെ നമ്മുടെ കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇന്ന് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സൂയിധാഗ കോൺടെസ്റ്റിന്റെ വിന്നേഴ്സിനെ കുറിച്ച്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വിന്നർ നമ്മുടെ കൂടെ ലൈനിലുണ്ട്. നമുക്ക് ആരാ നോക്കാം ഇന്നത്തെ ആദ്യത്തെ വിന്നർ. ഹലോ. കൺഗ്രാറ്റുലേഷൻസ്. ആരത്? നീരജ. പറയൂ, ആൻസർ പറയൂ. ഓ, കറക്റ്റ്. എന്തായിരുന്നു വീക്കെൻഡ് പ്ലാൻ? വീക്കെൻഡ് പ്ലാൻസ് ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഫ്രൈഡേക്ക് പ്ലാൻ ആയല്ലോ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ കാണാം നീരജ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പൊ നീരജ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് വിന്നർ എന്ന് പറയും. നമ്മുടെ സെക്കൻഡ് വിന്നർ ആരാണെന്ന് നോക്കാം. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ സബ്ന. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. എന്തായിരുന്നു വീക്കെൻഡ് പ്ലാൻസ്? ഇനിയിപ്പോ ഒരു സിനിമ കാണാം. ഓക്കെ, അങ്ങനെ ചാനൽ ഡി ടീമിന്റെ കൂടെ ഒരു ഫിലിം കാണാൻ പോവാണ് അല്ലേ? അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ ഫ്രൈഡേ? തീർച്ചയായും. ഓക്കെ, അപ്പൊ അവിടെ കാണാം എന്തായാലും. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ബൈ. യെസ്, അപ്പൊ അങ്ങനെ നമ്മുടെ 2 വിന്നേഴ്സ് ഇന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തേർഡ് വിന്നറിനെ നമ്മൾ വിളിക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ ജൂലിയാണ് നമ്മുടെ തേർഡ് വിന്നർ. നമുക്ക് ലൈനിൽ കിട്ടിയിട്ടില്ല. 313 ആണ് ലാസ്റ്റ് മൊബൈൽ നമ്പർ വരുന്നത്. അപ്പോൾ ജൂലി നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആദ്യത്തെ 3 വിന്നേഴ്സിനെ, സൂയിധാഗ കോൺടെസ്റ്റിനുള്ള 3 വിന്നേഴ്സിനെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ കോൺടെസ്റ്റ് നാളെയും തുടരുന്നതാണ്. കീപ്പ് വാച്ചിങ് വിമൻസ് ഇറ ആൻഡ് കീപ്പ് വാച്ചിങ് ചാനൽ ഡി. അങ്ങനെ ഇന്നത്തെ വിമൻസ് ഇറയുടെ ടൈമും ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും ആതിരയും ഞാനും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കോൺടെസ്റ്റും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ.